ഞാനിന്ന് പൊട്ടറ്റോയും ഗാർലിക്കും മാത്രം വെച്ചിട്ടുള്ളൊരു ഡിഷുമായിട്ടാണ് വന്നേക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 പൊട്ടറ്റോയും കുറച്ച് ഗാർലിക്കുമാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ ഈ പൊട്ടറ്റോ എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കാൽ ടീസ്പൂൺ മുളക് പൊടി ഇടാം. അതിനുശേഷം പൊട്ടറ്റോ അരിഞ്ഞ് വെച്ചെടുക്കുന്ന അതിലിടാം. അതിലേക്ക് സ്വല്പം ഉപ്പിടാം. ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കണ്ട. ഇത് ഇത്രയും മാത്രം ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇത് സിമ്മിൽ കിടക്കട്ടെ. നമുക്ക് ഇടയ്ക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. സിമ്മിലിട്ടേക്കുന്നതുകൊണ്ട് കരിഞ്ഞൊന്നും പോകില്ല. പൊട്ടറ്റോ എല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, മൊരിയാൻ തുടങ്ങിയിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. അതോടൊപ്പം സ്വല്പം കറിവേപ്പില കൂടി അത് ഞാനിടുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആകട്ടെ. നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് നല്ല രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് ഒരു ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.